വളരെ വ്യക്തമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരുപോലെയല്ല സമസ്തക്ക്. ആണോ? 89 പുനഃസദ്യയിൽ ഞാനും മായനാജും മുഹമ്മദ് ഫൈസിയൊക്കെ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെ സമീപിച്ചു. ഇതൊരു വലിയ വെല്ലുവിളിയാണ്, ഇതൊരു പ്രതിസന്ധിയാണ്. എറണാകുളം സമ്മേളനം വിജയിച്ചാൽ പിന്നെ നമ്മൾ ഉണ്ടാവില്ല. ബഹുമാനായ AP ഇത് കൊണ്ടുപോകും. മഹാനായ ശൈഖുനയോട് പറഞ്ഞപ്പോൾ ശൈഖുന പറഞ്ഞത് ഉടനെ തങ്ങളെ വിളിക്കാനാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരുപോലെയാണോ? ബിജു അവനെ വിളിക്കാൻ പറഞ്ഞിട്ടില്ല, ആര്യാടെ മുഹമ്മദിനെ വിളിക്കാൻ പറഞ്ഞിട്ടില്ല. ആദ്യം വിളിക്കാൻ പറഞ്ഞ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയാണ്. തങ്ങളെ വിളിച്ചു. തങ്ങൾ ആ സമ്മേളനം ബഹിഷ്കരിക്കണമെന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കി. തങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടാവുക നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാതൃസ്ഥലത്തിന്റെ മാധുര്യം മറന്നുപോയ വർഗവഞ്ചക പരീക്ഷകളായി നിങ്ങൾ മാറരുത് എന്ന് ഞാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ഉമ്മാന്റെ മുലപ്പാലിനോട് നന്ദി വേണം. ആ തങ്ങളാണ് സമസ്തയെ രക്ഷപ്പെടുത്തിയത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 100ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മൾ അഭിമാനത്തോടെ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മരണാനന്തര ബഹുമതി കൂടിയാണത് എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. പാണക്കാട് തങ്ങളില്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? നിങ്ങൾ ആലോചിക്കണം. എല്ലാ മഹല്ലുകളെയും സമസ്തയുടെ കൂടെ നിർത്തിക്കൊടുത്തു. എല്ലാ നേതാക്കന്മാരെയും സമസ്തയുടെ കൂടെ നിർത്തിക്കൊടുത്തു. അതന്നെയാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ തങ്ങൾ ഒരു അവസരം പറഞ്ഞത്, എല്ലാ ലീഗ് ഓഫീസും സമസ്തന്റെ ഓഫീസാക്കണം. അല്ലെ കുട്ടി സുന്നി ഓഫീസാക്കണം. അത്രയേറെ കടപ്പാടുണ്ട്.